ഉണ്ട്. ഇതൊരു പേഴ്സണൽ സെന്റിമെന്റ്സ് ഉള്ള ഒരു കാറാണത്. അതല്ലേ, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ ഇപ്പോൾ വണ്ടി പുതിയത് വാങ്ങാനുള്ള ഇത് നോക്കണം. അപ്പോൾ ചേട്ടൻ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല, നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാർ നമ്മൾ ഒരിക്കലും തഴയില്ലല്ലോ. ഇഷ്ടം തോന്നുന്നതും കുടുംബത്തിലൊരു അംഗത്തിൻ്റെ പോലെ തോന്നുന്ന ഒരു വണ്ടിയാണിത്. 2 ലൈഫ് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇവൻ ഒരു 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ബ്രൈഡൽ മേക്കപ്പ് കഴിഞ്ഞ് പള്ളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ 2006 മോഡൽ ഒരു ഇന്നോവ നമ്മൾക്ക് ഇവിടെ ടൈപ്പ് 4 കൺവേർഷന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഒരു റെഡ് ഇന്നോവ, ചെറു റെഡ്, പണ്ടത്തെ കളറ്. വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ നമ്മുടെ ഈ ഒരു ഡോർ ഡെൻ്റ് ഉണ്ട്, വാട്ടർ പാനൽ ഡെൻ്റ് ഉണ്ട്. പിന്നെ റെസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല. നീറ്റാണ് വണ്ടി. അല്ല ചേട്ടാ, വണ്ടി കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ സെറ്റിങ് ഇപ്പോൾ AGP ബോഡി പാർട്സ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കോർണർ വശങ്ങളിലൊക്കെ 2 ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ വാട്ടർ ലീക്കേജ് പ്രശ്നങ്ങളൊന്നും ഇല്ല. 2006 മോഡൽ. അപ്പോൾ 2006 എന്ന് പറയുമ്പോൾ 15-16 വർഷം മുമ്പ് പഴക്കമുള്ള വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അതായത് അതാ കൊണ്ട് നടക്കുന്ന സർവീസിങ്ങിൻ്റെയും കാര്യങ്ങളിലേക്കാണ്. ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് പീല് ശരിക്കും ഉണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വണ്ടിയുടെ വീഡിയോ ആണ്. ബാക്കി വീഡിയോയിലേക്ക് പോവാം. भाई गाड़ी कैसा था? गाड़ी वो अभी हमने बॉडी शेप निकाल दिया है, प्राइमर के लिए तैयार कर रहे हैं. अभी पैर वाइट मार रहा है ना, वाइट मारने के लिए अभी इसको पूरे अंडर बॉडी कोटिंग करना पड़ेगा ना, मतलब अंडर कोटिंग बराबर करना पड़ेगा ना. हाँ, पूरा पहले सरफेस से डालेंगे. सरफेस से डालने के बाद काटेंगे, सरफेस से सैंडिंग करेंगे. सैंडिंग करने के बाद फिर वो अंडरकोट डालेंगे. अंडरकोट में चेक करेंगे शेप सही नहीं है. ऐसे हम 100% उसको सही बनाए हैं, लेकिन सही नहीं होगा तो और थोड़ा देखेंगे. उसके बाद बेस कोट मारेंगे, फिर पैल मारेंगे, फिर क्लियर कोट मार के गाड़ी फाइनल करेंगे. അപ്പോൾ നമ്മുടെ വണ്ടി ബോഡി ഷേപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അരുൺ ഭായിയാണ് പെയിൻറ്റിങ് ചെയ്യാൻ പോണത്. അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ചെറിയൊരു സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തീർത്തതിന് ശേഷം പ്രൈമർ അപ്ലൈ ചെയ്യും. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വണ്ടിയിൽ അടിക്കാൻ പോകുന്നത് ലെക്സസ് പേൾ വൈറ്റ് ആണ്. ലെക്സസ് പേൾ വൈറ്റ് നമ്മൾ നോർമൽ പേൾ വൈറ്റിനേക്കാൾ ഏകദേശം 4000-4500 രൂപ എടുത്ത് എക്സ്പെൻസ് വരും. അതായത് പെയിൻറ്റ് വാങ്ങാനുള്ള എക്സ്പെൻസ് വരും, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ലേബർ എക്സ്പെൻസും കൂടുതലായിരിക്കും. കാരണം ഇതിനിപ്പോൾ അണ്ടർകോട്ട് റെഡ് വണ്ടിയാണ്. അപ്പോൾ റെഡ് വൈറ്റിലേക്ക് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പ്രൈമർ അടിക്കണം, അതേപോലെ പ്രോപ്പറായിട്ട് അണ്ടർകോട്ട് അടിക്കണം. അതിനുശേഷം നമ്മൾ അടിക്കാൻ പോണ പെയിൻറ്റ്, അതിനുശേഷം പേള്, അതിനുശേഷം ക്ലിയർ. അപ്പോൾ ഇത്തരം പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളും സ്പോട്ടുകളൊക്കെ കുട്ടിയുടെ ഇതിൽ തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രൈമർ അടിച്ചതിന് ശേഷം ഫൈനലായിട്ട് ഒന്നുകൂടി നോക്കും. അതിനുശേഷം അണ്ടർകോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് നാളെ ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റിങ് ചെയ്യുന്നത്. അതുപോലെ കാലിബർ റെഡ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ കാലിബർ റെഡ് അടിച്ചു. അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും ജസ്റ്റ് ഞങ്ങൾ കാണിക്കാം എന്ന സംഭവം. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ വരാം. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സോക്കറ്റാണ്. സോക്കറ്റ് നേരെ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷനിലേക്ക് കണക്ട് ചെയ്താൽ മതി. പിന്നെ പാർക്ക് ലൈറ്റിൻ്റെയും അതേപോലെ തന്നെ മോട്ടറിൻ്റെയൊക്കെ സാധാരണ കപ്ലർമാരുള്ള കപ്ലർ. ഇത് നമ്മൾ LED ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. LED ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് നമ്മൾ LED ആക്കി മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 2006 മോഡൽ ഒരു ഇന്നോവ ഡെലിവറി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈപ്പ് 4 കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED ടൈലൈറ്റൊക്കെ വെച്ച് വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ കുന്നത്തങ്ങാടി അല്ലേ? കുന്നത്തങ്ങാടി, തൃശ്ശൂർ കുന്നത്തങ്ങാടി എന്നാണ് ആൾ വന്നത്. അപ്പോൾ വണ്ടിയോട് ആൾക്ക് ഭയങ്കര പ്രിയമാണ്. അപ്പോൾ അത് ജസ്റ്റ് ആളോട് തന്നെ ചോദിക്കുക, എങ്ങനെയാണ് വണ്ടിയോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടോ ഈ വണ്ടിയോട്? ഉണ്ട്. ഇതൊരു പേഴ്സണൽ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു കാറാണത്. അതല്ലേ? ഇത് ഒരു 16 വർഷമായല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ ഇപ്പോൾ വണ്ടി പുതിയത് വാങ്ങാനുള്ള ഇത് നോക്കണം. അപ്പോൾ ചേട്ടൻ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല, നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാർ നമ്മൾ ഒരിക്കലും താഴെയില്ലല്ലോ. അനാഥശാലയിൽ കൊണ്ടാക്കുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ. ശരി. നമുക്ക് ഇഷ്ടം തോന്നുന്നതും കുടുംബത്തിലൊരു അംഗത്തിൻ്റെ പോലെ തോന്നുന്ന ഒരു വണ്ടിയാണിത്. എൻ്റെ വീട്ടിൽ തന്നെ 2 ലൈഫ് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇവൻ ടൈമിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു. അപ്പോൾ അത്ര നാളൊക്കെ കയറ്റിയിടുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു വണ്ടി ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എടുത്തപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായി പെട്ടെന്ന്. ഒരു പ്രശ്നം സ്റ്റാർട്ടിങ് ഒരു ഇഷ്യൂസ് ഇല്ല, ഒരു ടെൻഷൻസ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതല്ലേ? വണ്ടിയുടെ സർവീസിങ്ങിലോ ടൊയോട്ടയുടെ സർവീസിങ്ങിലോ ഒന്നിലും ഒരു ഇഷ്യൂസ് ഇല്ല. ടൊയോട്ടയുടെ ഒരു ബിഗ് ഹാർഡ് കോർ ഫാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒന്ന് ഉപയോഗിച്ചാൽ മതി. അത് ഏത് ടൊയോട്ട ഉപയോഗിച്ചാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ബ്രൈഡൽ മേക്കപ്പ് കഴിഞ്ഞ് പള്ളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു ഫീല്. താങ്ക് യു. ശരിക്കും കസ്റ്റമർ ആണ് കേട്ടോ. കളറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത കസ്റ്റമർ തന്നെയാണ്. ലെക്സസ് വൈറ്റ് ആണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെക്സസ് വൈറ്റ് ഇത്തിരി പേളിൻ്റെ ഇതൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്തു. ഗ്രില്ലും കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേൾ വൈറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ് LED ടൈലൈറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്, ഞങ്ങളുടെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ഫിനിഷിങ്ങും ആ ലെക്സസിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, കളർ ഡെപ്ത്. താങ്ക് യു. ഒരു ഫാക്ടറി ഫിനിഷിംഗിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. ശരി, അപ്പോൾ നമുക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണാം.